മഹാഗുരുശരണം. ഇന്ന് 2025 മെയ് 16 വെള്ളിയാഴ്ച. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. അപ്പോൾ ഇന്നലെ കുറേയധികം ആൾക്കാരെ വിളിച്ചു, ഫോണിൽ വോയിസ് കോളായിട്ടും വീഡിയോ ആയിട്ട് വിളിച്ചു. ഇപ്പോൾ അറിയാം, എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അത് ചില കുട്ടികളോട് സംസാരിക്കുമ്പോൾ കുട്ടികൾ ചെറുപ്പം തൊട്ടേ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അവർ പോകുന്നു, ശ്വാസത്തിൽ ശ്രദ്ധിച്ച്. ആരും അവരെ പഠിപ്പിക്കുന്നതല്ല. അങ്ങനെയും ചില ഫീഡ്ബാക്ക് കിട്ടി. അപ്പോൾ പണ്ട് ഈ മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ ക്ലാസ്സുകൾക്ക് പോയതിന് ശേഷമാണ്, മൈൻഡ് പവർ ക്ലാസ്സുകൾക്ക് പോയതിന് ശേഷമാണ് അറിയുന്നത്. അതിനു മുമ്പ് ധ്യാനത്തിലിരിക്കാൻ പറയും. ഇപ്പോൾ ബ്രഹ്മശ്രീ കൃഷ്ണമ്രാന്തിരി തിരുമേനിയൊക്കെ പറയുന്ന ധ്യാനത്തിൽ നമ്മൾ ഏത് ഉപാസനയിലിരിക്കുമ്പോഴും ആദ്യം ധ്യാനത്തിലിരിക്കും. ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലും. ഇപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ആണെങ്കിൽ ശാന്താകാരം ഭുജഗശയനം എന്ന് പറയുമ്പോൾ അത് ചൊല്ലുമ്പോൾ നമ്മുടെ ഓറയിൽ അതിൻ്റെ റിഫ്ലക്ഷൻ വരും. അപ്പോൾ ഏത് ധ്യാനത്തിലിരിക്കുന്നതിന് മുമ്പും പ്രാണായാമം നിർബന്ധമാണ്. പ്രാണായാമം ചെയ്തിട്ട് വേണം ധ്യാനത്തിലിരിക്കാൻ. അപ്പോൾ ഇപ്പോഴ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ രീതിയിൽ, പുതിയ രീതിയിൽ ഒന്നുകൂടി അനായാസമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വരുന്നു. അപ്പോൾ പലരും യൂട്യൂബ് നോക്കിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ ചിലർ ദീക്ഷയുടെ കാര്യം ചോദിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തും ചോദിക്കാറുണ്ട്, ദീക്ഷ കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ദീക്ഷ കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ അതിൻ്റെ അത്രയും ഒന്നും പ്രാഗൽഭ്യമൊന്നുമില്ല. അപ്പോൾ ദീക്ഷ എന്താണ്? ദീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു ഗുരുവിനുള്ള പവർ. ഇപ്പോൾ തിരുമേനി എന്നെ ശിഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ്? വാസ്തു എന്ന് പറയാം, ജ്യോതിഷം എന്ന് പറയാം, താന്ത്രികം എന്ന് പറയാം, അല്ലെങ്കിൽ വിഷവൈദ്യം എന്ന് പറയാം. അദ്ദേഹത്തിന് എന്തൊക്കെ അറിയാവോ അതൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെവി കൂടി കയറി പിന്നെ എങ്ങാണ്ടോ ഒക്കെ തലച്ചോറിലുണ്ടായിട്ട് അടുത്ത ചെവി കൂടി ഇറങ്ങിയെന്നൊന്നും അറിയുന്നില്ല. പക്ഷെ ഇപ്പോൾ എന്തൊക്കെയോ ഉള്ളിലുണ്ടെന്നുള്ള കാര്യങ്ങൾ എനിക്കറിയാം. അപ്പോൾ ഈ ദീക്ഷ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സ്പിരിച്വലി ഉള്ള പവർ, ആ പവർ ശിഷ്യനിലേക്ക് പകർന്നു നൽകുകയാണ് ദീക്ഷ. അത് തിരിച്ചെടുക്കാൻ പറ്റില്ല, ഇറിക്കവറബിൾ ആണ്. ഇപ്പോൾ അസ്ത്രമൊക്കെ കൊടുക്കുന്ന പോലെ തിരിച്ചെടുക്കാൻ പറ്റുകയില്ല. അപ്പം അങ്ങനെ ഗുരു ചെയ്ത തപോബലം, അദ്ദേഹത്തിൻ്റെ അറിവുകൾ കൂടാണ്ട് അദ്ദേഹം നേടിയ തപോബലം, തപസിദ്ധി, അത് ശിഷ്യനിലേക്ക് പകർന്നു നൽകുന്നതാണ് ദീക്ഷ. അത് ഓറയിലൂടെ ശരീരത്തിൽ സ്പർശിച്ചോ സ്പർശിക്കാണ്ടോ അത് നൽകും. അപ്പോൾ മന്ത്രദീക്ഷ നൽകും. മന്ത്രദീക്ഷ നൽകുമ്പോൾ ആ മന്ത്രം ഗുരു ജപിച്ച്, ആ മന്ത്രം എത്ര ദിവസം ഇത്ര ആവർത്തി എന്നൊക്കെ ഉണ്ട്, അത് ജപിച്ച് അദ്ദേഹത്തിന് അതിലുള്ള സിദ്ധി ശിഷ്യന് കൈമാറും. അപ്പോൾ മന്ത്രദീക്ഷ അത് ചൊല്ലണം. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ ഗായത്രി ദീക്ഷ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഈ ബ്രാഹ്മണർക്കും അല്ലാണ്ട് എല്ലാവർക്കും ഉണ്ട് ഗായത്രി, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഉപനയന ദീക്ഷ ചെയ്തിട്ട് ഗായത്രി ദീക്ഷ തരും. അത് അച്ഛനാണ് തരുന്നത്. ഗായത്രി ദീക്ഷ തരുന്ന അച്ഛനാണ്. അത് ഗായത്രി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം. ഇപ്പം എൻ്റെ 45ാമത്തെ വർഷമോ മറ്റാണ് ഗായത്രി. എൻ്റെ 9ാമത്തെ വയസ്സിലോ മറ്റാണ് ഉപനയനം നടന്നത്. അതിങ്ങനെ ഡെയിലി ഗായത്രി ചൊല്ലണം. ആ ചൊല്ലുന്നതിന് സന്ധ്യാവന്തന അനുഷ്ഠാനങ്ങളുണ്ട്. അതിലാണ് ഗായത്രി വരുന്നത്. തർപ്പണം വരുന്നുണ്ട്, മാർജനം, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്, ആചമനാദി വരുന്നുണ്ട്, എന്തോ ആകട്ടെ. അപ്പോൾ ഗായത്രി ദീക്ഷ. അപ്പോൾ ചിലർ ഗായത്രി ദീക്ഷയുടെ കാര്യവും ചൊല്ലാറുണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബിലും ഒക്കെ ഗായത്രി കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരാൾ ദീക്ഷ കൊടുക്കുമ്പോഴുള്ള ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ഇതിലെന്ത് സ്പിരിച്വൽ പവർ നേടിയ അതിൻ്റെ ഒരു അംശം ആ ശിഷ്യനിലേക്ക് പോവാണ്. അത് എത്ര അംശം പോകുന്നു എന്ന് ഗുരുവിനും അറിയാൻ പറ്റില്ല, ശിഷ്യനും അറിയാൻ പറ്റില്ല. 1% പോട്ടെ, 2% പോട്ടെ എന്നൊന്നുമല്ല. അത് അൺകണ്ടീഷണലും ഇറിക്കവറബിളുമാണ്. അത് ഒരു കണ്ടീഷനും ഇല്ലാണ്ട് കൊടുക്കുന്നു. കണ്ടീഷൻ എന്താണ്? ശിഷ്യൻ ഇത് പരിപാലിക്കണം. പിന്നെ ഇറിക്കവറബിൾ, തിരിച്ചെടുക്കാൻ പറ്റുകയല്ലേ. അതാണ് ഈ ദീക്ഷയുടെ ഇത്. അത് ചെയ്യുന്ന അനുസരിച്ച് ചിലർക്ക് ഗുരുവിനെക്കാളും കൂടുതൽ പവറുകൾ വരും. അത് ആ ചെയ്യുന്നതനുസരിച്ചാണ്, ഓരോരുത്തരുടെ ഇതനുസരിച്ച്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഓറയിൽ വ്യത്യാസം തോന്നും. നമ്മുടെ ചക്രങ്ങള്, നട്ടെല്ലിൻ്റെ ഭാഗത്ത്, ചക്രങ്ങളൊന്നും ശരീരത്തിലല്ല എങ്കിൽ തന്നെ നമ്മുടെ നട്ടെല്ലിൻ്റെ ഭാഗത്ത്, മൂലാധാരത്തിൽ ഇതിൻ്റെയൊക്കെ വ്യത്യാസം വരും. അപ്പൊ ഇതിൽ ഉപാസനകൾ ചെയ്യുന്നത്, അപ്പൊ ഇതൊക്കെ ചെന്ന് നിൽക്കുന്ന ഉപാസനയിലാണ്. നമ്മൾ ധ്യാനം ഇതെന്ന് പറഞ്ഞാലും ഇത് പോയിട്ട് ഏതെങ്കിലും ഒരു എനർജിയിൽ കണക്ട് ആവും. ആ എനർജിയിൽ കണക്ട് ആകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കുടുംബദേവതയാകാം, എന്തും ആകാം, മനസ്സിലായോ? ഒരു എനർജിയിൽ ലാസ്റ്റാണ് ഇത് ജ്യോതിയിൽ കണക്ട് ആകുന്നത്. പരാശക്തിയുടെ, ആദിപരാശക്തിയുടെ പ്രതിബിംബമായ ജ്യോതിയിൽ കണക്ട് ആകുന്നത്. കാര്യം മനുഷ്യകുലത്തിന്റെ പുരോഗമനം ആരംഭിക്കുന്നത് അഗ്നിയിലൂടെയാണെന്ന് പറയുന്നുണ്ട്. അഗ്നി അല്ലെ, എന്തോ മരങ്ങൾ തമ്മിൽ ഉരസി അഗ്നി സ്ഫുരണം വന്നപ്പോഴത്തേക്കും മനുഷ്യകുലത്തിലെ പുരോഗമനം വന്നു എന്ന് പറഞ്ഞ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് മനുഷ്യന്റെ കണ്ടെത്തലുകളായിരുന്നു എന്ന് പറയുന്നുണ്ട് അഗ്നിയുടെയൊക്കെ. അപ്പൊ ഈ അഗ്നി ആ ജ്യോതി രൂപത്തിൽ എത്തും അവസാനം മനുഷ്യൻ. അപ്പൊ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ പല ആൾക്കാരും
പേഴ്സണലി എനിക്ക് ഇത് അറിയിച്ചിട്ടുണ്ട് അവരുടെ അനുഭവം. പക്ഷെ ഒരു ദീക്ഷയും ഒന്നും എടുക്കാത്തവർ ഈ അനുഭവങ്ങളിലൂടെ പോകുന്നുണ്ട്. ഇതെന്താ വെച്ചാൽ നമ്മൾ ദൈനംദിനം നമ്മുടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ചാതുർവിധ പുണ്യ പുരുഷാർത്ഥങ്ങളുണ്ട്. പുരുഷാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ 4 കൂട്ടമാണ്: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമ്മം അനുഷ്ഠിക്കുക, ധർമ്മം അനുഷ്ഠിച്ച് അർത്ഥം സമ്പത്ത് നേടുക, ധർമ്മം അനുഷ്ഠിച്ചിട്ടുള്ള അർത്ഥം വെച്ച് കാമം ആഗ്രഹങ്ങൾ സാധിക്കുക. ഇത്രയും ചെയ്താൽ മോക്ഷം എന്ന് പറഞ്ഞ തലത്തിലേക്ക് മനുഷ്യനെത്തും. അതിൻ്റെ ഒരു എന്താണ് ആ പരിക്രമണത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കുറച്ച് കാർമ്മികമായിട്ട് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അപ്പൊ ഈ ദീക്ഷ, ഗായത്രി ദീക്ഷ കൊടുത്താലും ഈ പറയുന്ന ഗുരുവിന്റെ പവർ വരും. അത് ഗായത്രി ദീക്ഷ എല്ലാവർക്കും കൊടുക്കാം. പക്ഷെ ഉപനയന ദീക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉപനയന ദീക്ഷ കൊടുക്കുന്നത് അച്ഛന്റെ സ്ഥാനത്ത് നിന്നാണ് ഉപനയന ദീക്ഷ കൊടുക്കുക. അപ്പൊ എൻ്റെ അടുത്ത് ചെല്ലല്ല ഒരു വ്യക്തി കോണ്ടാക്ട് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് വേറൊരു വ്യക്തി, ഇദ്ദേഹം ബ്രാഹ്മണനാണ്, ഈ വ്യക്തി ബ്രാഹ്മണനാണ്. അപ്പൊ അദ്ദേഹം ഉപനയന എന്താണ് ഈ ഇതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്യും, ബ്രാഹ്മണൻ എന്നൊക്കെ പറയുന്നു എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യും, കാര്യമില്ലാണ്ട് കമന്റ് ചെയ്യുന്നതാണ്. ഈ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനം നേടാനായിട്ട് ഷോഡശ സംസ്കാരങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ് ബ്രാഹ്മണർ. ഈ ഷോഡശ സംസ്കാരങ്ങൾ എല്ലാവർക്കും ഉണ്ട്, മനസ്സിലായി? ബ്രാഹ്മണർക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും ഉണ്ട്. ചെയ്യുന്ന രീതിയിലാണ് വ്യത്യാസം. അപ്പോൾ ഈ ഉപനയന ദീക്ഷ ചെയ്ത ഒരു കുടുംബത്തിലെ നാഥനോട് വേറൊരു വ്യക്തി, അവരുടെ ഒരു ഫാമിലി ഫ്രണ്ട്, എൻ്റെ മകന് വേണ്ടിയിട്ട് ഉപനയനം കഴിക്കാവോ എന്ന് ചോദിച്ചു. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഇത് ചോദിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപനയനം കഴിക്കണമെങ്കിൽ ബ്ലഡ് റിലേഷനിലുള്ളവർക്കേ സാധിക്കുള്ളൂ. ബ്ലഡ് റിലേഷൻ വേണം. അനന്തരവനെ ഉപനയനം ചെയ്യാം, മകനെ ചെയ്യാം, ചേട്ടന്റെ അനിയന്റെ മക്കളെ അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ അച്ഛൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനാണ് ഉപനയനം ചെയ്യാനുള്ള അധികാരം. അപ്പോൾ ഈ ഉപനയനം ആർക്ക് കഴിക്കാവോ എന്ന് ചോദിച്ചോ, അവർക്ക് പാരമ്പര്യമായിട്ട് ഉപനയന സംസ്കാരം ഉണ്ടായിരുന്ന 2-3 തലമുറയ്ക്ക് മുമ്പ് അത് വിട്ടുപോയി. അപ്പൊ അവർക്ക് അവരുടെ മകനെ ആ ഉപനയന സംസ്കാരത്തിൽ കൊണ്ടുവരണമെന്നിത്. അപ്പൊ അച്ഛൻ ഉപനയനം ചെയ്യാത്തത് കൊണ്ട് മകന് ചെയ്യാൻ നിർവാഹമില്ല. അപ്പൊ അതിനൊരു ഷോർട്ട് കട്ട് നേടിയതാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇത് ചോദിച്ച് ഞങ്ങളുടെ സമുദായത്തിലെ ആളാണ്. അത് ചെയ്യുമ്പോൾ, ഉപനയന സംസ്കാരം ചെയ്യുമ്പോൾ ഇദ്ദേഹം ഈ വ്യക്തിനെ മകനായിട്ടെടുത്ത് കഴിയുമ്പോൾ ഈ അച്ഛൻ്റെ എന്താണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ആ മകൻ ബാധ്യതയുണ്ട്, ധാർമ്മിക ബാധ്യതയുണ്ട്. 2, ഞങ്ങളുടെ സംസ്കാരം അനുസരിച്ച് എനിക്കിപ്പോൾ പെൺമക്കളുണ്ടെന്ന് വെച്ചോ, എനിക്ക് 2 ആൺമക്കളാണ്, പക്ഷെ എനിക്ക് പെൺമക്കളുണ്ട്. ഞാൻ ഒരാൾക്ക്, ആരും ആകട്ടെ, ഞാൻ അയാൾക്ക് ഉപനയന ദീക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എൻ്റെ മകന്റെ സ്ഥാനത്ത് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പെൺമക്കളെ സഹോദരിയായി കണ്ടുകൊണ്ട് ഈ സഹോദരിമാർക്ക് വർഷാവർഷം ചെയ്യേണ്ട ചില ധാർമ്മിക ചടങ്ങുകളുണ്ട്. അഷ്ടമി രോഹിണിക്ക്, അതുപോലെ മറ്റേ ഉപാകർമ്മത്തിന്റെ സമയത്തൊക്കെ ഇവർക്ക് ചെയ്യേണ്ട ധാർമ്മികമായിട്ടുള്ള ചില ഇതുണ്ട്. എന്താണ്, അവർക്ക് ചില ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടല്ലേ ബായുദൂജ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇവർക്ക് സാമ്പത്തിക സഹായമൊക്കെ ചെയ്യണം. നമ്മൾ സാമ്പത്തികമായിട്ട് കൊടുക്കണം. അഷ്ടമി രോഹിണി ആഘോഷിക്കാനായിട്ട് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടേ കൊടുക്കണമാണ്. ഞങ്ങളുടെ ഇത് വെച്ചിട്ട് അത് പലഹാരക്കൊട്ട എന്ന് പറയും. അപ്പോൾ പണ്ടത്തെ കാലത്ത് ഒരു കൊട്ടയ്ക്കകത്ത് ഈ സാധനങ്ങൾ, പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും ഒക്കെ വാങ്ങിച്ച് തേങ്ങ അതെല്ലാം വെച്ചിട്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ പിന്നെ എമൗണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യല്ലേ GPay ചെയ്യും. അത് ചെയ്യാൻ ഇയാൾ ബാധ്യസ്ഥനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ആള് ഇതൊക്കെ അനുഷ്ഠിക്കാൻ തയ്യാറാണോ എങ്കിൽ നമുക്കൊന്നുമില്ല, ഗോവയിലോ മംഗലാപുരത്തോ പോയിട്ട് ഇയാൾക്ക് ഉപനയനം ചെയ്തു കൊടുക്കാം. പക്ഷേ അത് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. ഉറപ്പ് പറയാത്തിടത്തോളം ആ ഉപനയന സംസ്കാരം വേറൊരാൾക്ക് കൊടുക്കുമ്പോഴത്തേക്കും അങ്ങേരെ അത് അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥനാണ്. ഇപ്പൊ ഞാൻ അച്ഛൻ്റെ മകനായിട്ട് പറഞ്ഞുകൊണ്ട് എൻ്റെ ഷോഡശ സംസ്കാരത്തിൽ ഞാനിങ്ങനെ ഞാൻ അനുഷ്ഠിക്കുന്നു. സന്ധ്യാവന്തനാദി അനുഷ്ഠിക്കുമ്പോൾ എന്തെങ്കിലും കൂടുതൽ കുറവുകൾ വന്നു കഴിഞ്ഞാൽ അതിനൊരു എക്സ്ക്യൂസ് ഉണ്ട്, അതിനൊരു പ്രായച്ചിത്തമുണ്ട്. പക്ഷേ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് എടുത്ത് ചാടിക്കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ചെയ്യാണ്ടിരുന്ന അത് ഭയങ്കരമായിട്ടുള്ള കാർമിക് എഫക്റ്റ് വരും. ഇതും പറയുന്നത്. അപ്പൊ ചെല്ലും ഈ ഗായത്രി ദീക്ഷകളെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയാനുള്ള ഇതാണ്. പല ഗുരുക്കന്മാരും മന്ത്രദീക്ഷ കൊടുക്കുന്നുണ്ട്. പക്ഷെ മന്ത്രദീക്ഷ തന്നു കഴിയുമ്പോൾ ഈ തന്ന ആ ഗുരുക്കന്മാർ വെറുതെ കൊടുക്കല, അവർക്ക് എന്തെങ്കിലും ഒരു പവർ കാണും. അവർക്ക് ഇൻഡ്യൂഷൻ കിട്ടാണ്ട് അവർ കൊടുക്കല. കാര്യം അവരുടെ പവറാണ് അവർ കൊടുക്കുന്നത്, അത് അറിഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കണം. അപ്പോൾ ഇത് അനുഷ്ഠിക്കാൻ ശിഷ്യർ ബാധ്യസ്ഥരാണ്. പിന്നെ പലർക്കും വരുന്ന എനർജി ബ്ലോക്ക്. ഇപ്പോൾ ഇന്നലെ കുറച്ച് പേരോട് സംസാരിച്ചപ്പോൾ എനർജി ബ്ലോക്ക് വരുന്നു. അപ്പോൾ എങ്ങനെ പഠിച്ചു? യൂട്യൂബിൽ പഠിച്ചു. അപ്പോൾ യൂട്യൂബിൽ പഠിച്ചു, അതിൽ ചില ഗുരുക്കന്മാരുടെ ഇത് പഠിച്ചിട്ടുണ്ട് ചിലർ. അപ്പോൾ ഈ എനർജി ബ്ലോക്ക് മാറാൻ എന്താണെന്ന് വെച്ചാൽ, എനർജി ബ്ലോക്ക് വരുന്നത് കൂടുതലും അനാഹതത്തിലും മണിപൂരകത്തിലുമാണ്. എൻ്റെ അറിവ് പറയാണ് കേട്ടോ, ഇത് ആധികാരികമൊന്നുമില്ല, ആരും അതും വിചാരിക്കരുത്, ഇതാണ് ഫൈനൽ എന്ന് വിചാരിക്കരുത്. ശ്രീനിവാസപ്പയുടെ മാത്രമായിട്ടുള്ള അനുഭവങ്ങളായിട്ട് പറയുകയാണ്. അപ്പോൾ ഈ മണിപൂരകവും അനാഹതവും എന്താണെന്ന് വെച്ചാൽ, ഈ മണിപൂരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്ന ഒരു ഇതാണ്.
അനാഹതവും അത് തന്നെയാണ്. നമുക്ക് ബാക്കിയുള്ളവരുമായിട്ടുള്ള ആ ഒരു മിംഗ്ലിങ്, ബാക്കി സമൂഹത്തിനോട് ഇടചേരുന്ന ആ ചക്രമാണ് അനാഹതം എന്ന് പറയാം. മണിപൂരകവും അത് തന്നെ. അപ്പോൾ ഇതിലൊരു പോംവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ഗുരുക്കന്മാർ ശിഷ്യന്മാരെ ഹഗ് ചെയ്യും. അപൂർവമായിട്ടേ അവർ ചെയ്യുള്ളൂ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഹഗ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്ത്രീ പുരുഷ ഭേദമില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ജഗത്മാതയായിട്ടുള്ള അമൃതാനന്ദമയി ദേവി. എനിക്കിതുവരെയും പോകാൻ സാധിച്ചിട്ടില്ല, പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അമ്മ എല്ലാവരെയും ഹഗ് ചെയ്യും. ആ ഹഗ് ചെയ്യുമ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓറയുടെ ബ്ലോക്ക് അങ്ങ് മാറുകയാണ്. അമ്മയുടെ തപസിദ്ധി നമ്മളിലേക്ക് പകർന്നു നൽകുകയാണ്. ചിലർ തമാശയ്ക്കും ഒരു വിശ്വാസം ഇല്ലാണ്ട് പോയിട്ട് അമ്മ ഹഗ് ചെയ്തപ്പോൾ അവർക്ക് ഷോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പാർക്കിംഗ് ഉണ്ടായതായിട്ട് പറയുന്നുണ്ട്. നട്ടെല്ലിൽ കൂടിയ ശരീരത്തിൽ സ്പാർക്കിംഗ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസം ഇല്ലാണ്ട് പോയ ആൾക്കാർ, തീർച്ചയായും മ്ലേച്ഛമായ വിചാരത്തോടെ പോയ ആൾക്കാർ എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും അമ്മ ഹഗ് ചെയ്യുമ്പോൾ ഒരു വല്ലാത്തൊരു തലത്തിലേക്ക് പോകും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചകോശത്തിലെ അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശവും കടന്ന് ആനന്ദമയകോശത്തെയാണ് അത് അഫക്റ്റ് ആകുന്നത്. നമ്മുടെ ദശലക്ഷക്കണക്കിന് കോശങ്ങളിൽ അതിൻ്റെ റിഫ്ലക്ഷൻ വരും. അമൃതാനന്ദമയി ദേവിയുടെയൊക്കെ ഹഗ്ഗിങ് വെറുതെ അല്ല, ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ ചെല്ലുന്നു. കാര്യം ആ തപസിദ്ധി ആ ഹഗ് ചെയ്യുമ്പോൾ, ആ കെട്ടിപ്പിടിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചക്ര ക്ലെൻസ് ആകുകയാണ്, ബാലൻസ് ആകുകയാണ്. അത് എല്ലാ ഗുരുക്കന്മാരും ചെയ്യല. പ്രത്യേകിച്ച് കാല് തൊട്ട് തൊഴാൻ പോലും ഗുരുക്കന്മാർ സമ്മതിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ കാല് തൊട്ട് തൊഴുത് കഴിഞ്ഞാൽ ആ ഒരാളുടെ എനർജി ഗുരുക്കന്മാരുടെ, അതാണ് പാദപൂജ ചെയ്യണത്. ഗുരുക്കന്മാർക്ക് പാദപൂജ ചെയ്യണത് എനർജി കാലയിലാണ് സ്റ്റോർ ആകണത്. ഈ സ്റ്റോർ ആകണം നമ്മൾ കാലയിൽ തൊട്ട് കഴിയുമ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് നമ്മുടെ തല, ഈ ആജ്ഞാചക്രം കാലയിൽ മുട്ടിക്കുമ്പോൾ ശരിക്കൊരു തപസിദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ ഉടനെ തന്നെ ഒരു സ്പാർക്ക് നമുക്ക് അനുഭവപ്പെടും. ഇത് മുട്ടിക്കുമ്പോൾ സ്പാർക്ക് അനുഭവപ്പെടും. ആ അനുഭവപ്പെടുമ്പോൾ കാര്യം എന്താ വെച്ചാൽ ആ എനർജി പാസ്സാകുകയാണ്. മനസ്സിലായി? അപ്പോൾ ഈ ഗുരുവിൻ്റെ എനർജി കുറയും. ഈ ആളുടെ കാർമിക് കംപ്ലീറ്റ് ഗുരുവിലേക്ക് വരികയും ചെയ്യും. ഗുരുവല്ല, ആചാര്യനാകട്ടെ, ആരും ആകട്ടെ. നമ്മുടെ കുടുംബത്തിലെ മുതിർന്നവർക്ക് പോലും ഇത് വരും. പക്ഷേ അത് കുടുംബത്തിലെ മുതിർന്നവരുടെ കാലത്തൊട്ട് തൊഴണമെന്ന് പറയണതിൻ്റെ കാര്യം അതാ. വിഷുവിൻ്റെ അന്ന്, ഓണത്തിൻ്റെ അന്നൊക്കെ ഓണത്തിന് പുടവ വാങ്ങിച്ചിട്ടും വിഷുവിൻ്റെ അടുത്ത് കൈനീട്ടം വാങ്ങിച്ചിട്ട് അവരുടെ അടുത്ത് വാങ്ങിച്ചിട്ട് അവരെ കാലിൽ വീണ് നമസ്കരിക്കണമെന്ന് പറയണതിൻ്റെ കാര്യം നമ്മുടെ കാർമികം കുറയുകയും അവർക്ക്, ആ മുതിർന്നവർക്കുള്ള, അവർ ഇത്രയും കാലം ജീവിച്ച് അവരനുഷ്ഠിച്ച ആ ധാർമ്മികമായ കാര്യങ്ങൾ നമ്മളിലേക്ക് പകർന്നു തരും. അപ്പോൾ അവർ കുടുംബത്തിലായതുകൊണ്ട് പുറത്തുള്ള ഒരാൾക്ക് കിട്ടുന്ന അത്രയും കാർമികത്തിൻ്റെ എഫക്റ്റ് വരികയില്ല. മനസ്സിലായ? അപ്പോൾ ഈ ഒരു കാര്യമുണ്ട്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്ത് ഇത് ചെയ്യുമ്പോൾ നമ്മൾ യൂട്യൂബിൽ ചെയ്താലും സംഭവം നടക്കും. കാര്യം നമ്മൾ ശക്തിയോടെ ശ്വാസോച്ഛ്വാസം ചെയ്താൽ തന്നെ നമ്മുടെ തലം മാറും. ശക്തിയോടെ ശ്വാസോച്ഛ്വാസം ചെയ്താൽ. ഇതാരും പരീക്ഷിക്കരുത്. മനസ്സിലായ? അത് പരീക്ഷിക്കരുത്. ശ്വാസത്തിൽ വളരെയധികം രഹസ്യങ്ങളും എല്ലാം ഉണ്ട്. കാര്യം ഇത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജ്യോതിഷത്തിൽ പ്രത്യേകിച്ച് രാശി എടുക്കുമ്പോൾ ശ്വാസത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ആ ശ്വാസം രാശി എടുക്കുമ്പോൾ രാശി എടുത്തിട്ട് നേരെ മൂക്കിൻ്റെ അവിടെ ഇങ്ങനെ കൊണ്ടുപോകും. കൈ എൻ്റെ ഗുരു പറഞ്ഞു തന്നതാണ് കേട്ടോ. ഈ വലത് കൈ മൂക്കിൻ്റെ അവിടെ കൊണ്ടുപോകും, ഇടത് കൈ ഇങ്ങനെ ഹൃദയത്തിൻ്റെ അവിടെ പിടിക്കും. ഇവിടെ പിടിച്ചിട്ട് ആ ശ്വാസം, പുറത്തേക്ക് വരുന്ന ശ്വാസം എന്താണെന്ന് നോക്കും. അതനുസരിച്ചാണിത്. അപ്പോൾ ഇന്നലെ ഒരു വ്യക്തിയോട് കടലയെടുത്ത് വെക്കാൻ പറഞ്ഞ്, ഒരു കടലയെടുത്ത് വെക്കും. ഈ സമയത്ത് കടലയെടുത്ത് വെക്കാൻ പറഞ്ഞു. ഈ സമയത്ത് ഇവർ കടലയെടുക്കാനായിട്ട് പാത്രത്തിൽ കൈയിട്ടതും, ഇത് മെഡിറ്റേഷൻ ചെയ്യുന്ന ആളാണ്, യൂട്യൂബ് നോക്കിയൊക്കെ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളാണ്. കൈയിട്ടത് ഇവർ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി, യാന്ത്രികമായ അവസ്ഥയിലേക്ക് പോയിട്ട് ഈ കടലയെടുത്ത് വെച്ചു. എന്നിട്ട് അതിൻ്റെ ഫോട്ടോ അയക്കാൻ പറഞ്ഞു, അതിൻ്റെ എണ്ണം അയക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ ഇത് പറഞ്ഞു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വ്യക്തിയെ വീഡിയോ കോളൊന്നും അല്ലാണ്ടാണ് പറഞ്ഞത്. ഫോട്ടോ ആദ്യം വാങ്ങിച്ചു. അവിടെ അവർ കടലയെടുത്ത് എടുക്കണത് ഞാൻ എടുക്കുന്ന രാശിക്ക് തുല്യമായിട്ടുള്ള സങ്കല്പം ഞാൻ കൊടുത്തു. കാര്യം അവരുടെ പ്രശ്നങ്ങളും അതുപോലെ തീവ്രമായിരുന്നു. അതുകൊണ്ടാണ്. അല്ലാണ്ട് ചിലരുടെ കാര്യത്തിൽ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ കടലയെടുത്ത് വെച്ചിട്ട് അർഹിക്കാനാണ് പറയുക. പക്ഷെ അവരുടെ പ്രശ്നങ്ങൾ തീവ്രമായതുകൊണ്ട് ഞാനിത് പറഞ്ഞ് കടലയെടുക്കുമ്പോൾ തന്നെ ഇവർക്ക് ആ എനർജി എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുരുവിൽ നിന്നുള്ള എനർജിയാണ് അവിടെ. എനിക്ക് ഗുരു എന്താണോ തന്നിരിക്കുന്നത് രാശി എടുക്കാനായിട്ട്, അത് ഞാൻ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഒരു കടലയെടുക്കുമ്പോൾ ഇവരുടെ കയ്യിൽ വരുന്ന കടല ഒരു രാശി എടുക്കുന്നതിന് തുല്യം, ഗുരു എനിക്ക് പറഞ്ഞു തന്നിട്ട് ഞാൻ എടുക്കുന്ന രാശി എടുക്കുന്നതിന് തുല്യമാകണമെന്നുള്ള സങ്കല്പം ഗുരുവിനെ, ഉപാസനാമൂർത്തികളെയും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഇവർ കടലയെടുത്ത് വെക്കുന്നവരെ ഇവരൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോയി എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പല ആൾക്കാർ ഇങ്ങനെ ബ്ലോക്ക് വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നിങ്ങൾ ഇപ്പോൾ പല മെഡിറ്റേഷൻ ഗ്രൂപ്പുകളുണ്ട്. അതിലൊക്കെ ഞാൻ ഇന്നലെയും 1-2 പേരോട് പറഞ്ഞു, നിങ്ങൾ സാധിക്കുമെങ്കിൽ ഗുരുവിനെ നേരിട്ട് കാണുക, കാലിൽ വീണ് നമസ്കരിക്കുക, സാധിക്കുമെങ്കിൽ ഹഗ് ചെയ്യുക. അത് ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസമില്ല കേട്ടോ, ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ആണ് പെണ്ണെന്നുള്ള വ്യത്യാസമൊന്നുമില്ല എന്ന് പറഞ്ഞ് എന്നെ കാണുമ്പോൾ ആരും ഹഗ് ചെയ്യാൻ വരല്ലേ, അതുകൂടി പറയാം. ഇത് പറയുമ്പോൾ ആദ്യം എന്നിൽ തന്നെ പരീക്ഷിക്കും. അതാണ് പലരും തേങ്ങയുടെ കാര്യം അത് ഇതുമല്ല എന്നിൽ തന്നെ പരീക്ഷിക്കും. അതുകൊണ്ടാണ് എനിക്ക് പറയാനും പേടി. അതൊന്നും ദയവ് ചെയ്ത് വരല്ലേ. കാര്യം എനിക്ക് ശാരീരികം എന്താണ് ഹാർട്ടിൻ്റെ ഇതൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞാൻ പറയണം. ഞാൻ അല്ലാണ്ടും ഒരാളെ ബ്ലസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റാറ്റസ് കണ്ടില്ലേ, ഒരു കാര്യം പറഞ്ഞ് ബ്ലസ് ചെയ്യുകയാണെങ്കിൽ ആ 101% ആത്മാർത്ഥതയിലാണ് ബ്ലസ് ചെയ്യണം. കാര്യം എന്താ വെച്ചാൽ എൻ്റെ ഉപാസന വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെച്ച കുറേ എനർജി ഉണ്ട്. ഇതിങ്ങനെ പുണ്യമായിട്ട് ഓരോരുത്തർക്ക് നൽകണം. അപ്പോൾ ആ മനസ്സോട് തന്നെ ബ്ലസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ഉപാസനാമൂർത്തികളും അവരുടെ ദേവതകളും അവിടെ വർക്ക് ചെയ്തിട്ട് അവർക്ക് ഫലം കിട്ടും. നമ്മുടെ ഇതൊന്നുമല്ല, അത് അവിടെ ഫലം കിട്ടും. അത് നമ്മളൊരു സങ്കല്പം അവിടെ കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും പറയുന്നു. അപ്പോൾ ദീക്ഷയെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ചക്രങ്ങളെക്കുറിച്ച് പറഞ്ഞു, മെഡിറ്റേഷനെക്കുറിച്ച് പറഞ്ഞു. ഈ കാര്യങ്ങൾ ഗായത്രി ദീക്ഷയൊക്കെ കൊടുക്കുമ്പോഴുള്ള പ്രത്യേകത, ഉപനയന ദീക്ഷ കൊടുക്കുമ്പോഴുള്ള. അപ്പോൾ ഏത് ഗുരുവിൽ നിന്നും എന്ത് ദീക്ഷ സ്വീകരിച്ചാലും ആ ഗുരുവിനോട് നമുക്ക് പൂർണ്ണമായിട്ടും ചിലപ്പോൾ യോജിപ്പ് വന്നു എന്ന് വരികയില്ല പലർക്കും. ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളിൽ പലർക്കും യോജിപ്പൊന്നും വരികയെന്ന് വരികയില്ല. പക്ഷേ എപ്പോഴും ആ ഗുരുവിനോട് ബഹുമാനം വേണം. ഏത് കാര്യത്തിലും ആ ഗുരുവിനെ മനസ്സിൽ, അതാണ് ഞാൻ എപ്പോഴും ഗുരുപരമ്പരകൾ പറയണം. ആ ഗുരുപരമ്പരകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാശിമഠത്തിൻ്റെ കുലഗുരു പരമ്പരകളുണ്ട്, എൻ്റെ പല ജന്മങ്ങളിലെ ഗുരുപരമ്പരകളുണ്ട്. അതുകൂടാണ്ട് ഈ ജന്മത്തിൽ ഇതിൽ ഞാൻ എടുത്ത മൈൻഡ് പവർ തൊട്ട് പഠിച്ച അതൊക്കെ ഗുരുക്കന്മാരായിട്ടാണ് ഞാൻ കാണുന്നത്. മൈൻഡ് പവർ, ഹിപ്നോട്ടിസം, തേടൈ, നാദ ഇത് തന്ന ബ്രഹ്മവിദ്യ, അതുപോലെ തന്നെ ക്രിയായോഗ, ഇതൊക്കെ ഗുരുക്കളന്മാരായിട്ട് കണ്ട അവരെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഗുരുപരമ്പരകളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ അവരോട് നമ്മൾ ഒരു സറണ്ടറിങ് മനോഭാവം, അവരുടെ എനർജിയിൽ ഒരു സറണ്ടറിങ് മനോഭാവം വരുത്തണം. മനസ്സിലായ? അത് വന്നു കഴിയുമ്പോൾ നമ്മളിൽ ആ എനർജി വർക്ക് ചെയ്യും. അതിൽ ഞാൻ ശിഷ്യത്വം എടുക്കാഞ്ഞിട്ടും ഞാൻ അടുത്തിരിക്കും ഭയങ്കരമായിട്ട് എനർജി ഫീൽ ചെയ്ത് തസ്മൈ ഗുരുജിയിൽ ഭയങ്കര എനർജിയാണ്. ആ തസ്മൈ ഗുരുജിയുടെ ആ ഓറയ്ക്ക് അകത്ത് ഇരുന്നാലുണ്ടല്ലോ, ഇപ്പോൾ ഓർക്കുമ്പോഴിതാണ് ഭയങ്കര എനർജിയാണ്. എനിക്ക് എന്തോ മുജ്ജന്മ സൗഭാഗ്യമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ അബാക് മീഡിയയുടെ ആ സ്പിരിച്വൽ ഹവേഴ്സിൽ എനിക്ക് ഇരിക്കാൻ സാധിച്ചത്. മനസ്സിലായി? പക്ഷേ ഇതിൽ രസം എന്താ വെച്ചാൽ തസ്മൈ ഗുരുജി ഞങ്ങളുടെ തേടൈ ക്ലാസ്സൊക്കെ ഇങ്ങനെ പല എന്താ പറയുക ക്ലാസ് നടക്കുന്നതിൽ ചില ഇതൊക്കെ വന്നപ്പോൾ അസ്വാരസ്യങ്ങൾ വന്നപ്പോഴത്തേക്കും കുറച്ച് പേര് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തസ്മൈ ഗുരുജിയുടെ ഇത് അയച്ചു തന്നു. അപ്പം ഞാനും തസ്മൈ ഗുരുജിയുടെ ഇതിലൊക്കെ പോകണമെന്ന് വിചാരിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ദീക്ഷ എടുക്കണമെങ്കിൽ അവിടെ പോകണമെങ്കിൽ ഫാമിലി ആയിട്ട് പോകണം. ഞാൻ ഈ ചെയ്യുന്നതിലൊന്നും ഫാമിലിക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഇതിലൊക്കെ നമ്മൾ ഏകാന്ത പതികന്മാരായിരിക്കും എപ്പോഴും. അപൂർവം പേർക്ക് മാത്രമേ ഫാമിലിക്ക് ഇത് കാര്യം. അവർ ഈ മെഡിറ്റേഷനല്ല, ഒരു ഉപാസന, ദൈവികമായിട്ട് കാര്യങ്ങൾ, ജപം എന്ന് പറഞ്ഞാൽ സഹസ്രാമം ജപിക്കുക, ആ വിശ്വാസത്തിൽ പോണതാണ്. അതിനെ നമ്മൾ മാനിക്കണം. അപ്പം നമ്മൾ അവരെ ബലാൽ അല്ല എൻ്റെ ഇതിൽ വരണം, അതുകൊണ്ട് എനിക്കത് തുടരാൻ പറ്റില്ല. പക്ഷേ ആ തസ്മൈ ഗുരുജിയുടെ വീഡിയോ കണ്ടിട്ടുണ്ട്. അത് മനസ്സാ അദ്ദേഹത്തിന് എൻ്റെ ആ ഇതൊക്കെ അദ്ദേഹം പറയുന്ന SMS ഒക്കെ ഈ തേടയിൽ ത്രാടകമുണ്ട്. അല്ലാണ്ട് തന്നെ ജ്യോതിഷപരമായിട്ട് സൂര്യൻ്റെ, ചന്ദ്രൻ്റെ, നക്ഷത്രങ്ങളുടെയൊക്കെ എനർജി, അത് ജ്യോതിഷത്തിലൊക്കെ അതിൻ്റെ വിധിയുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്ന ഇതും എല്ലാം ആയിട്ട് ആ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ മനസ്സായി ഇത് കണ്ടിട്ട് ചെയ്ത ആ എനർജി, പല ആൾക്കാരുടെയും കാര്യത്തിൽ എനർജി ഞാൻ സെൻസ് ചെയ്യും കേട്ടോ. എനർജി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എനർജി ഉണ്ട്. ഒരു കൊച്ചുകുട്ടിക്ക് ഒരു എനർജി ഉണ്ട്. അത് നമ്മൾ ആ എനർജി, ആ ഈശ്വരൻ ആ കൊച്ചുകുട്ടിയിലും വർക്ക് ചെയ്യുന്നു എന്ന് കണ്ടുകൊണ്ട് ആ ബഹുമാനത്തോടു കൂടി നമ്മൾ അതിനെ ബഹുമാനിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു അംശം നമ്മളിലേക്ക് വരും. ഇതൊക്കെ ഒരു സീക്രട്ടാണ്, പലർക്കും ഇത് ചെയ്യാം. ഇതൊന്നും അറിയാണ്ടാണ് പലരും വന്നിട്ട് പല യൂട്യൂബിൻ്റെ താഴെ പലരുടെയും ഇതിൻ്റെ താഴെ കൊണ്ട് കമൻറ്റുകൾ ഇടുന്നത്. ഹന്തഭാഗ്യം ജനാനം എന്ത് പറയാനാണ്. അപ്പോൾ തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ പുണ്യം, പ്രത്യേകിച്ച് ലക്ഷ്മിദേവിയുടെ ദിവസമായ ഇന്നത്തെ ദിവസം എല്ലാവരുടെയും ജീവിതത്തിൽ സകുടുംബം എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും, നമ്മുടെ എല്ലാവരുടെയും കുടുംബാംഗങ്ങൾക്ക് ദീർഘായുസ്, പൂർണ്ണാരോഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവ്വമനോകാമനാവിഷ്ടം നടക്കാനും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, ഉന്നത വിജയം, അവരാഗ്രഹിക്കുന്ന സർവീസിലോ പ്രൊഫഷനിലോ ജോലിയിലോ അവർ വ്യാപൃതരായി അവർക്ക് നല്ല വരുമാന മാർഗമായി അവർക്ക് സംസ്കാരസമ്പന്നമായ ജീവിത പങ്കാളി ലഭിക്കുവാനും ഓരോരുത്തരും വീട്ടിലാകട്ടെ, ജോലിസ്ഥലത്താകട്ടെ, വ്യാപാരം ചെയ്യുന്നിടത്താകട്ടെ, യാത്രകളിലാകട്ടെ, കുട്ടികളുടെ ജീവിതത്തിൽ ഏത് സമയത്തും പഠിക്കുന്നിടത്തോ പഠനാവശ്യത്തിന് താമസിക്കുന്നിടത്തോ യാത്രകളിലൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടുവാനും, അതുപോലെ എല്ലാവരുടെയും ഓരോരുത്തരും ചെയ്യുന്ന വ്യാപാരം, ബിസിനസ്, ഉദ്യോഗത്തിൽ ഉത്തരോത്തരം വരുമാന വർധനം ഉണ്ടാകാനും, അതുപോലെ എല്ലാവരുടെയും കുടുംബത്തിൽ സന്തോഷം, സമാധാനം, ഐക്യമത്യം,
സമൃദ്ധി ഉണ്ടാകുവാനും എല്ലാവരുടെയും കുടുംബദേവത, കുലദേവത, ഗ്രാമദേവത, ഇഷ്ടദേവത, ഗുരുപരമ്പരകൾ, പിതൃക്കന്മാരുടെ അനുഗ്രഹത്താൽ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യവും സൽസന്താന സൗഭാഗ്യം ഉണ്ടാകാനും മനസാ വാച കർമ്മണ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചെയ്യുവാനും അതിൻ്റെ നൂറുമേനി പ്രതിഫലം സന്തോഷമായും സമൃദ്ധിയായും ആയുരാരോഗ്യ സൗഖ്യമായും നമ്മൾക്ക് തിരികെ ലഭിക്കുവാനും എൻ്റെ ഗുരുപരമ്പരകളോടും ഉപാസനാമൂർത്തികളോടും പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പം ചെയ്തു നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ്, ആൾ താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ.